പ്രിയ പ്രേക്ഷകരെ, ക്ലൗഡ് വുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സംവിധായകൻ ബ്ലസ്സി ചെയ്ത സിനിമയാണ് ആടുജീവിതം. വന്യമായ ഒരു ജീവിതാനുഭവമാണ് ആടുജീവിതം നമ്മോട് പറയുന്നത്. ആ സിനിമയുടെ അണിയറ പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച, അതിൻ്റെ ലാംഗ്വേജ് കൺസൾട്ടൻ്റായി വർക്ക് ചെയ്ത, ആ സിനിമയിലുടനീളം ടീമിനൊപ്പം സഞ്ചരിച്ച നേരനുഭവമുള്ള പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകൻ മുസക്കുട്ടി വെട്ടിക്കാട്ടിരിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ അണിയറ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവം നമ്മോട് പങ്കുവെക്കുകയാണ്. മുസക്കുട്ടിക്ക, തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു അണിയറയിൽ അവർക്കൊപ്പമുള്ള നിമിഷങ്ങൾ, നല്ല സന്തോഷമുള്ള ഒരുപാട് നിമിഷങ്ങൾ, പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ഒരു 1.5 മാസത്തോളം ലോക്ക്ഡൌണിൽ പെട്ടു. ആ സമയം എങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിച്ചത്? ഈ പൃഥ്വിരാജും അതേപോലെ ബ്ലസ്സി സാറും ഫുൾ ക്രൂ എങ്ങനെയാണ് ആ സമയം സ്പെൻഡ് ചെയ്തത്? ആ ഒരു ഓർമ്മ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇന്നവരെ എൻ്റെ കുടുംബത്തോടു കൂടി പറയാത്ത ഒരു കഥയാണ് ശരിക്കും ഈ കൊറോണ എന്ന് പറയുന്ന കാലം. അല്ല, ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് ഞാൻ ജീവനോടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് അതെ അതെ തീർച്ചയായിട്ടും. കാരണം അന്ന് ആ ഷെഡ്യൂളിൽ ഞാൻ പോകുന്നത് ടീമിൻ്റെ കൂടെയല്ല. അപ്പോൾ എനിക്കന്ന് കോളേജിൽ എക്സാം എന്തോ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലസ്സി സാറിനോട് പറഞ്ഞു, ഞാൻ ഒരു 8-10 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരെയെന്ന് വെച്ചപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വന്നാൽ മതിയാവും. അങ്ങനെ ഇവർ പോയി അവിടെ എത്തിയതിന് ശേഷമാണ് ഈ കൊറോണ ഇങ്ങനെ ശക്തിയായിട്ട് വരാൻ തുടങ്ങിയത്. ശക്തിപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ എത്തിയിട്ട്. പക്ഷെ ഞാനും ഈ താലിബ് എന്ന് പറയുന്ന നമ്മളെ കഫീലും പിന്നെ കൊച്ചു കഫീൽ എന്ന് പറയുന്ന രണ്ടാമത്തെ കഫീലുണ്ടല്ലോ, ഞങ്ങൾ 3 പേരും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വൈകിയോണ്ട് പിന്നെ സാറ് അവരോടും പറഞ്ഞു നിങ്ങൾ അന്ന് വന്നാൽ മതി, പിന്നെ സുട്ടി മാഷ് വരുന്ന അന്ന് വന്നാൽ മതി എന്നിട്ടാണ്. അങ്ങനെയാണ് പിന്നെ അവരും വൈകിയത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനന്ന് ഇവിടുന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കാലിക്കറ്റിൽ ഞാൻ പോകുന്നത്. അവിടുന്ന് എനിക്ക് തോന്നുന്നു അബുദാബിയിൽ നിന്ന് പിന്നെ അമ്മാൻ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ വൈകിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ പോകുന്ന പോലെ പോയി. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രശ്നമില്ല. വൈഫൊക്കെ ചോദിച്ചു, നിങ്ങളെ കുടുംബമൊക്കെ ചോദിച്ചു ഈ സമയത്ത് ഇങ്ങനെ പോകാൻ പറ്റുക. ഞാൻ കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ പോയതല്ലേ. ഈ കൊറോണയെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ, എന്താണ് ഈ സാധനം എന്ന് അറിയാത്ത സമയം. കോഴിക്കോട് എയർപോർട്ടിലെത്തിയപ്പോൾ ഒരു തരം വിജനത അങ്ങനെ ഫീൽ ചെയ്യുക. സാധാരണ പോലെ അല്ലല്ലോ എയർപോർട്ടിൽ ആൾക്കാരില്ല, അതിനുള്ളവർ തന്നെ. അന്ന് ഈ മറ്റേ ഇതുണ്ടല്ലോ മാസ്ക്, പക്ഷേ എൻ്റെ അടുത്ത സാധനമൊന്നുമില്ല. ഞാനങ്ങനെ വിചാരിച്ചില്ല. പലരും മാസ്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തോ ഒരു മാറ്റമുള്ള പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ അപ്പം തന്നെ എനിക്ക് ചെറിയൊരു എന്താ പറയുക ഒരു മനസ്സിൽ അത് ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേന് എനിക്ക് ആ ബേജാറ് ഏകദേശം ഫുള്ളായി. കാരണം വെച്ചാൽ ഫ്ലൈറ്റിലെല്ലാവരും മാസ്ക്, പിന്നെ മാസ്ക് ധരിക്കാത്തവർക്ക് ഇവർ മാസ്ക് വിതരണം ചെയ്യുന്നുണ്ട്, എയർ ഹോസ്റ്റസ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന എന്തോ സംതിങ് റോങ് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിലൊന്നും അത്ര ശ്രദ്ധിക്കേണ്ടില്ല. ഇത് കഴിഞ്ഞ് പിന്നെ അബുദാബിയിൽ നിന്നും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എയർപോർട്ടൊക്കെ സജീവമാണ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അബുദാബി അമ്മാനിൽ പോയി ഇറങ്ങിയപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ ലോഞ്ചിൽ വരുമ്പോൾ തന്നെ ആൾക്കാരെ ഭയങ്കര ഒരു ക്രൗഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തോ ഇപ്പം ഇങ്ങനെ ഒരു ക്രൗഡാകാനാ? അല്ല, അത് തുടങ്ങണുള്ളൂ. ലോക്ക് ആവുകയാണെന്ന്. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങണേ അന്ന് എയർപോർട്ട് ലോക്ക് ചെയ്യണം, പിന്നെ അടച്ചു. അത് ഞങ്ങളുടെ ഫ്ലൈറ്റ് പക്ഷേ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കും. അതേപോലെ വന്ന കുറേ ഫ്ലൈറ്റുകളുണ്ട്, ലണ്ടനിൽ നിന്ന് വന്ന കുറേ ഫ്ലൈറ്റുകളുണ്ട്, ജോർഡാനിയുള്ള അവിടെ നിന്നൊക്കെ വന്ന. അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്തു, പിന്നെ കംപ്ലീറ്റ് എനിക്കറിയില്ല, ജോർഡാൻ സൈനിക നിയന്ത്രണത്തിലാണ് ഫുള്ള്. ഒരു റെക്കമെൻഡേഷനും ഒന്നും നടത്തില്ല. നേരെ ഞങ്ങളെ കൊണ്ടുവന്നത് സൈന്യത്തിൻ്റെ കമ്പനിയുടെ അവരെ ബസ് കയറ്റിയിട്ട് എല്ലാവരെയും 5 സ്റ്റാർ ഹോട്ടലുകൾ. പക്ഷെ അത് എടുത്ത് പറയണ്ടോ, കാരണം ഒരു രാജ്യം ഈ വിദേശ പൗരന്മാരെ അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ എല്ലാ സൗകര്യത്തോടും കൂടി പാർപ്പിച്ചു എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു വരുന്നുണ്ട്. കാരണം അവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് ചെറിയ കൊടുത്താൽ. പക്ഷേ എല്ലാ ഇതോടും കൂടി, എല്ലാ സൗകര്യത്തോടും കൂടി എല്ലാവരെയും എനിക്ക് കിട്ടിയത് മനോഹരമായ ഡെഡ് സീയുടെ തീരത്തുള്ള ഒരു ഹോളിഡേ ഇൻ ഹോട്ടലാണ്. അതിൻ്റെ അപ്പുറത്ത് മോമ്പിക്കുണ്ട്, മോമ്പിക്കാന്ന് പറഞ്ഞ ഇയാളുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഹോട്ടലും ഫുള്ളാകുമ്പോൾ അടുത്തിങ്ങനെ
പിന്നെ കൊണ്ടുപോവാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ പോയിട്ടുണ്ട്, പിന്നെ താലിബും നമ്മളെ കഫീലും ഒക്കെ അതിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്ക്. അപ്പോൾ ആ ഒരു മെസ്സേജ് അയച്ചു എനിക്ക്, പിന്നെ ഇവിടെ പിന്നെ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് എല്ലാവരും ഹോട്ടലാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്, കാരണം ഇത് ചില്ലറയല്ലല്ലോ. അങ്ങനെ ഹോട്ടലിലെത്തി ഞാൻ ലോഞ്ചിൽ ഇറങ്ങിയിരുന്നപ്പോൾ ഉടനെ അനൗൺസ്മെൻറ്റ് വന്നു. നമുക്കിന്നെ അറബി അറിയുന്നതുകൊണ്ട് പിന്നെ ഹോട്ടൽ എന്താ പറയുക, പിന്നെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, ആരും പുറത്തിറങ്ങരുത്. അതിലാണ് ഇതിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ റൂമിലാണ്. റൂമൊക്കെ പിന്നെ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും 5 സ്റ്റാർ ഹോട്ടലല്ല, എല്ലാ ഇതുകൊണ്ട്. പിന്നെ ഡെഡ് സീഡ് തീരുന്നത്, എൻ്റെ ഒരു വിൻഡോ തുറന്നാൽ ഡെഡ് സീയാണ് കാണാം. അത്രയും മനോഹരമായിട്ടുള്ള. ഇതൊന്നും എൻജോയ് ചെയ്യാൻ അപ്പം പറ്റില്ല നമുക്ക്, കാരണം പിന്നെ ഒറ്റപ്പെട്ട് എന്തായാലും. ഞാൻ അപ്പോഴാണ് മറ്റേ ഇയാളുടെ കവിത ഓർത്തത്, ഈ ഏത് സ്വർണ്ണത്തിൻ്റെ കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞ പോലെ, അത് ശരിക്കും ഫീൽ ചെയ്തത് അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അന്നാണ് ക്വാറൻറ്റൈനിലാണെന്ന് മനസ്സിലായത്. അതെ, വാർത്തകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടി വി നോക്കുമ്പോൾ, വലിയ ടി വി ഉണ്ട്, നോക്കുമ്പോൾ അധികം യൂറോപ്പിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇറ്റലിയിലാണ് അന്ന് ഇങ്ങനെ ജനങ്ങൾ റോഡിൽ മരിച്ചു വീഴുന്നതൊക്കെ കാണുന്നത്. അപ്പോഴാണ് ഞാനിത് ഇത്ര വലിയൊരു ഗൗരവമുള്ള അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി. ആ വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കുന്നുണ്ട്. വൈഫിനോട് ഞാൻ പറഞ്ഞ്, പിന്നെ സ്വാഭാവികമായിട്ട് ഞാനിവരുടെ ടീമിൻ്റെ കൂടെയാണ്, ഇപ്പോൾ ഷൂട്ടിങ് നടക്കുന്നില്ല, ഞങ്ങളിവിടെ. അപ്പോൾ വൈഫിൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ടീമിൻ്റെ കൂടെയാണ്. പക്ഷേ നമ്മൾ ടീമായിട്ട് ഒരു ബന്ധമില്ല, അവർ കുറച്ചപ്പുറം ഇങ്ങനെയുള്ള. അപ്പോൾ പിന്നെ സാറ് വിളിച്ചു പ്രയാസപ്പെടുന്നു വേണ്ട, നമ്മൾ പിന്നെ ഏറ്റവും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ടീമിൽ തന്നെ സൈന്യത്തിലുള്ള വളരെ പിന്നെ ഒരുപാട് സ്വാധീനമുള്ളൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ നടക്കുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സൈനിക ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വളരെ ശക്തമാണ്, ഒരു രക്ഷയില്ല, മനുഷ്യൻ നടക്കില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് 2 വീക്സ് ആണ് ക്വാറൻറ്റൈൻ. 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവാണ്. അങ്ങനെ റിലീസ് ചെയ്ത് പിന്നെ അവരെ കൂടെ ചേർന്ന്, പ്രശ്നം ഉണ്ടായില്ല. ക്യാമ്പിലേക്ക് പോയി. പിന്നെ ക്യാമ്പ് ചെന്നപ്പോൾ അവർ ഒക്കെ ഹാപ്പിയാണ്. ഇതേപോലെ പൃഥ്വിരാജ് ക്രിക്കറ്റ് കളിക്കുന്നു ടീമിൻ്റെ കൂടെ, രസമായിട്ട് അങ്ങനെ പോകുന്ന. അവർ പിന്നെ വലിയൊരു റിസോർട്ട് ഏരിയയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ഈ ക്രൂക്ക് ഇത്രയും ആൾക്കാരെ അടച്ചിരിക്കുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. കാരണം വെറുതെ മനുഷ്യന്മാരിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി, എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നല്ല ഫുഡ് ഉണ്ട്, അതേപോലെ പുറത്ത് വിശാലമായ ഏരിയകളുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ പിന്നെ കളിക്കാനും പിന്നെ എൻ്റർടൈൻ ചെയ്യാനുള്ള സംഗതികളൊക്കെ പ്ലസ് സാറ് എൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരുന്നു. അപ്പോൾ അതും സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൾക്കാരെങ്ങനെ പിന്നെ ആ ഒരു സമയത്ത് പോലും ഇടപെട്ടുകൊണ്ട് പിന്നെ എന്താ പറയുക, ആൾക്കാർ മാക്സിമം ഈ ക്രൂ എൻ്റർടൈൻ ചെയ്യട്ടെ എന്ന ഒരു ഇത് വന്നിട്ട്, കാരണം വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല. ഒരു ദിവസം എത്ര ലക്ഷങ്ങളാണ് ഒരു വെറുതെ ഇരുന്ന നിമിഷത്തിനാണ് ലക്ഷങ്ങൾ പോവുക. പിന്നെ ഈ മനുഷ്യന്മാർ ഇത്രയും ഇരിക്കുമ്പോൾ പിന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, ജീവിതം കഴിയണം. പിന്നെ ഈ സിനിമ ആലോചിച്ചൊക്കെ പിന്നെ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ അഭിനയിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ സിനിമ തന്നെ വലിയ പൈസ ചിലവാക്കിയ സിനിമ അല്ലേ, അതുപോലെ അപകടത്തിലാകുന്ന പിന്നെ ഭയങ്കര റിസ്കി അല്ലേ. അതെ, അതെ, അതിലുള്ള പ്രയാസം പലരും അവിടെ തന്നെ പങ്കുവെച്ചിരുന്നു. പിന്നെ അതെ അദ്ദേഹം നമ്മൾ വിചാരിക്കും, ഇപ്പം പലരും എന്നോട് പറയാനുണ്ടായിരുന്നു, പൃഥ്വിരാജ് ഭയങ്കര ഒരു ഇതാ തോന്നുന്നല്ലോ, പിന്നെ ആൾക്കാരുടെ മിങ്കിൾ ചെയ്യാതെ ഓരോക്കാരനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ അനുഭവം എന്താണ്. സത്യം പറഞ്ഞാൽ പിന്നെ രാജേട്ടൻ വളരെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ പോലെ. പിന്നെന്താ പറയുക, ഈ സെലിബ്രിറ്റികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ പറ്റൂ. അവർക്ക് കുറേ ബോഡി ഗാർഡും കുറേ സംവിധാനമൊക്കെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല. അപ്പം അതിൻ്റേതായ ഒരു പക്ഷേ നമ്മളോടൊക്കെ വളരെ ഇപ്പോൾ ലൊക്കേഷൻ ചിലപ്പം ഭയങ്കര തമാശ പറയും. ചിലപ്പോൾ എൻ്റെ മുന്നിൽ സാറിനോട് ചോദിക്കും, സാറേ ഈ മാഷ് പറയണൊക്കെ ശരി തന്നെയാണോ, ഈ പറയുന്ന അറബിയൊക്കെ ശരി തന്നെയാണോ, ഇത് ഉള്ളിൽ തന്നെയാണ് പറയുന്നത്, നോക്കണം എന്നൊക്കെ പറയാം നമ്മുടെ അടിയിൽ എന്നെ കളിയാക്കിയിട്ട്. കാരണം ഇവർക്കറിയില്ല, സാറിനും അറിയില്ല, ഇവർക്കും അറിയില്ല എന്താണ് പറയണത്, ഞാനെന്തൊക്കെ പറയുന്നത് എന്നുള്ള പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അതുപോലെ നമസ്കരിക്കുന്ന രംഗമുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ പിന്നെ അങ്ങനെ സ്നേഹിക്കണല്ലോ, നമസ്കരിക്കുന്ന രംഗമുണ്ടല്ലേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവസാനത്ത് രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാനതിൽ ചിലപ്പോൾ ഇടപെടും. പിന്നെ സാർ ഇങ്ങനെയല്ല, ഒന്ന് കൈ ഇങ്ങനെ ഇട്ടെന്ന് പറയാം. മാഷ് എന്നെ നിസ്കാരം പഠിപ്പിക്കുന്നതാണ്, ഞാൻ ഇതുവരെ പഠിച്ചതാണ്, ഇത് ഞാൻ നേരത്തെ പഠിച്ചതാണ്, എനിക്ക് നിസ്കാരം കാര്യമെന്നൊക്കെ പറയും. അപ്പോൾ
അങ്ങനെ നല്ല നിലക്ക് പിന്നെ പെരുമാറിയ നല്ല നമ്മളൊക്കെ വളരെ അടുത്ത് പിന്നെ എന്താ പറയുക വളരെ സോഫ്റ്റായിട്ടും പിന്നെ അതേപോലെ തമാശയാണെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പെരുമാറുന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു ഹ്യൂമൻ എന്നുള്ള നിലക്ക് വളരെ സോഫ്റ്റാണ് ആൾ, വളരെ പിന്നെ എന്താ പറയുക ഹൃദ്യമായിട്ട് ആൾക്കാരോട് പെരുമാറുന്നതാണ്. പിന്നെ പറഞ്ഞ പോലെ സെലിബ്രിറ്റി എന്നുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പരിധികൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് കഴിയില്ല. നമ്മൾ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരൊക്കെ ഇറങ്ങി വരുമ്പോൾ ആൾക്കാർ തിരക്കുമ്പോൾ ആളും കണ്ടില്ല, അവരെ സംരക്ഷിക്കാൻ എന്തായാലും അതേപോലെയുള്ള പിന്നെ സംഗതികളൊക്കെ ഇദ്ദേഹത്തിനും ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ടുള്ള ബോഡി ഗാർഡ്, സ്വന്തമായിട്ടുള്ള ജിമ്മ് പിന്നെ ചെയ്യാൻ ആൾക്കാരുണ്ട്. ജിമ്മിൻ്റെ കാര്യത്തിൽ ഒരു പൊട്ടി കഴിച്ചാൽ രാജേട്ടനില്ല. കാരണം നമ്മളെവിടെ ചെല്ലുമ്പോഴും ആദ്യം ജിമ്മാണ് ഒരുക്കി കൊടുക്കുക. അത് അവിടെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്നു, അൾജീരിയയിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും പിന്നെ രാജേട്ടൻ ഇറങ്ങിപ്പോയാൽ കാണാതെ ജിമ്മ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നമ്മൾ കഥാപാത്രങ്ങളിലൂടെയാണ് പോയിട്ടുള്ളത്. നമ്മളെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇവരൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു ആഫ്രിക്കനായിട്ടുള്ള കഥാപാത്രം. തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വേർപ്പ് തുടച്ചിട്ട് വായരുച്ചിട്ട് കൊടുക്കുന്ന സീനൊക്കെ വളരെ ഹൃദയസ്പർശമായിട്ട് എപ്പോഴും മനസ്സിലാക്കും. അദ്ദേഹമായിട്ടുള്ള ഒരു അനുഭവം സാധനം. തീർച്ചയായിട്ടും അത് ഇപ്പം ഈ അടുത്തുകൂടി എന്നോട് ഒരാൾ പങ്കുവെക്കെ ഉണ്ടായി. ഞാനിങ്ങനെ ഒരു യാത്രയുള്ള സമയത്ത് എനിക്ക് തൃശ്ശൂരിൽ നിന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആൾ സംസാരിച്ച കൂട്ടത്തിൽ പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പങ്കുവെക്കെ ഉണ്ടായി. ജിമ്മി ജീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമേരിക്കനാണ്, ഹോളിവുഡ് നടനാണ്, ഫേമസ് ഹോളിവുഡ് നടനാണ് ജിമ്മി ജീൻ. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇബ്രാഹിം ഖാദ്രി എന്നാണ്, സോമാലിയാണ് കഥാപാത്രം, ഇബ്രാഹിം ഖാദ്രി. ശരിക്കും പറഞ്ഞാൽ ഒരു ഇബ്രാഹിം ഖാദ്രിയായിട്ട് തന്നെ ജീവിച്ച് കാണിക്കുകയാണ് ചെയ്തത്. എല്ലാവരും അത് ഈ സിനിമ കണ്ടലൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞ രംഗം, പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ബോഡി ലാംഗ്വേജ് ഇങ്ങനെ പിന്നെ ഇപ്പോൾ കഫീൽ മറ്റേ ഇദ്ദേഹം നമ്മളെ ഗോകുൽ ഹക്കീം മരിക്കും, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ ഇദ്ദേഹം തിരിച്ചറിയുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതൊക്കെ പിന്നെ എന്താ പറയുക അമേസിങ്. അത് പിന്നെ നമ്മൾ വേറെ ആരിലും കാണാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള അദ്ദേഹം അഭിനയിച്ച് ശരിക്കും ഇബ്രാഹിം ഖാദ്രിയുടെ ഒരു ഇതങ്ങൾ ജീവിച്ച് കാണിക്കുകയാണ് ഇദ്ദേഹം. ഞാൻ ഒരുപക്ഷെ ഈ സിനിമയിൽ കുറച്ച് കഷ്ടപ്പെട്ടത് ഈ ഇബ്രാഹിം ഖാദ്രിനെ അറിവ് പഠിപ്പിക്കാനാണ്. മറ്റു രണ്ട് അറബ്സാണ്, അവർക്ക് സ്ലാങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. സൗദി സ്ലാങ് പതുക്കളുടെ ഒരു സ്ലാങ് ഉണ്ടാകണം. അത് ഇപ്പോൾ താലിബിന് പിന്നെ അത് വളരെ ഈസിയാണ്, ഒരു വിഷയമല്ല. മറ്റുള്ള കൊച്ചു കഫീൽ എന്ന് പറയുന്ന റിക്കാബി, അദ്ദേഹത്തെ കുറച്ച് നന്നായിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അറബി ആണെങ്കിലും പിന്നെ ഇംഗ്ലീഷ് സീരിയലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാലും ഇംഗ്ലീഷിൻ്റെ ഒരു വരും ഈ സ്ലാങ്ങിലേക്ക്. പക്ഷെ അതൊക്കെ പറഞ്ഞ് ശരിയാക്കി. അതേസമയത്ത് ജിമ്മി ജീൻ എന്ന് പറയുന്നത് അദ്ദേഹം അറബിനകത്ത് അദ്ദേഹം സഞ്ചരിച്ചിട്ടില്ല, അറബികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടില്ല, കേരളത്തിൽ വന്നിട്ടില്ല, കേരളം എന്താണെന്ന് അറിയില്ല, ഈ സിനിമ മലയാളം എന്നാണ് എന്തൊരു ഭാഷയാണെന്ന് അറിയില്ല. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഇതിൻ്റെ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് വായിച്ച് അദ്ദേഹം സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പിന്നെ നമുക്കറിയാമല്ലോ അമേരിക്കൻസ് അല്ലെങ്കിൽ തന്നെ പെരുമാറാനൊക്കെ വളരെ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് പിന്നെ അങ്ങനെയൊക്കെ നമ്മളൊക്കെ പെരുമാറാം. ഞാൻ ചിലപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ചെല്ലുമ്പോൾ ജോർദാനിൽ ഈ വാതിരമ്മിൽ അദ്ദേഹം രാജുവേട്ടനൊക്കെ ഒരു ഹോട്ടലിൽ തന്നെ താമസിച്ചിരുന്നു പല സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഇദ്ദേഹത്തെ ഞാൻ ഇത് വായിച്ച് കേൾപ്പിക്കും, പിന്നെ ഈ ഡയലോഗ്. അപ്പോൾ ഡയലോഗ് ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കണം, ഈ ഇംഗ്ലീഷിൽ നിന്ന് പിന്നെ മംഗ്ലീഷ്ക്ക് ആക്കണം. ഇപ്പോൾ പിന്നെ മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുന്ന പോലെ ഇപ്പോൾ അന എന്നുള്ളത് ANA എഴുതി കൊടുക്കണം, ലേഷ് എന്നുള്ളത് LEYSH അങ്ങനെ എഴുതി കൊടുക്കണം. അതാകുമ്പോൾ അദ്ദേഹം ലേഷ് എന്ന് പറയുള്ളൂ. കാരണം അദ്ദേഹത്തിന് ശൈലി അറിയില്ലല്ലോ. ഇങ്ങനെ പിന്നെ താമസ സ്ഥലത്തും ചിലപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് മുമ്പേ കൂടെ ഉണ്ടാവും. ഈ സമയത്തും ലൊക്കേഷനിൽ ചെന്നാലും ഇതന്നെ പറഞ്ഞുകൊടുക്കായിരിക്കും പണി. പക്ഷെ അദ്ദേഹം ഭയങ്കര പേഷ്യൻ്റാണ്. ഇതൊക്കെ കേൾക്കാനും നമ്മളെങ്ങനെ പിന്നെ അത് ഇടപെട്ടാലും അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു പ്രയാസമില്ലാത്ത രീതിയിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത്രമാത്രം അദ്ദേഹം പിന്നെ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത് ഡയലോഗൊക്കെ ശരിയാക്കി ഒക്കെ സെറ്റാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഷൂട്ടിങ്ങിന് തുടങ്ങുമ്പോൾ ഇതിൽ വഴക്കും. ഷൂട്ടിങ് തുടങ്ങി ഫസ്റ്റ് വേർഡ് ശരിയായിരിക്കും, പക്ഷെ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും
ഒന്നുകിൽ അത് ഇംഗ്ലീഷിലെ ഇതിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ സ്ലാങ്, അല്ലെങ്കിൽ പറയുന്ന അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അങ്ങനെ മാറിയിട്ടാണ് പറയുന്നത്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും എന്താണെന്ന് അറിയാത്തൊരു ഭാഷ പഠിക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നല്ല പാടുപെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമയം കുറഞ്ഞ ഡയലോഗ് ഉള്ളെങ്കിലും ഏറ്റവും കൂടുതൽ പക്ഷേ താലിബിനോ അല്ലെങ്കിൽ റിക്കാബിക്കൊന്നും കൊടുക്കാത്ത അത്രയും പിന്നെ സമയപ്പെട്ടും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്തോ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ആ ഒരു മൂവി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രാജേട്ടനെ പോലെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും മാറ്റാൻ സാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇതിൽ നേരത്തെ പിന്നെ പൃഥ്വിരാജിന്റെ അനുഭവം പറഞ്ഞു. ബ്ലസ്സി സാറിന്റെ ഒരു സൈറ്റിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബ്ലസ്സി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പലരോടും പിന്നെ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്, ബ്ലസ്സി സാറ് ഒരു റിസർച്ച് പിന്നെ മാനുവലാണെന്ന് പറയാറുണ്ട്. ഞാൻ നമുക്ക് റിസർച്ച് നടത്താൻ പറ്റിയ ഒരു ആളൊരു വിഷയത്തോട് എത്രമാത്രം കമ്മിറ്റഡ് ആവണം, പിന്നെ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് പിന്നെ ശരിയാവാൻ വേണ്ടി അതിൻ്റെ പരമാവധി ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണമെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരാളാണ്, ഒരു വ്യക്തിത്വമാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലസ്സി സാർ എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ അതിനു വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാനും അദ്ദേഹം തമ്മിലൊക്കെ വളരെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. നമ്മൾ സിനിമാ ലോകത്ത് വല്ല ബന്ധമോ ഒന്നുമില്ലാത്ത എഴുതാറുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, എഴുതാറുണ്ട് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമാ ലോകമായിട്ട് പിന്നെ പണ്ടാര പറഞ്ഞ പോലെ നേരത്തെ സൂചിച്ച പോലെ ഇതൊക്കെ ആറാമാണ് ഈ ലോകം എന്ന് പറഞ്ഞ് പഠിച്ച ഒരു അന്തരീക്ഷത്താണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പക്ഷെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പരിഗണിക്കുകയും പിന്നെ വളരെ നമുക്കൊക്കെ ഒരു ആദരം തരികയൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഞാൻ ഫസ്റ്റ് തന്നെ എറണാകുളത്ത് ബന്ധപ്പെട്ട കുടുംബത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റിയാണെന്ന് ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു തരാം, പക്ഷേ നമുക്കിത് പിന്നെ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണിത്, അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ അക്യുറേറ്റ് ആയിരിക്കണം, ഏറ്റവും ആപ്റ്റായിട്ട് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക വെച്ചാൽ അങ്ങനെ ചെയ്യണം. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹം വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സീരിയസാണ്. അതിൽ പിന്നെ കോംപ്രമൈസ് ഒന്നുമില്ല, അത് വളരെ സീരിയസ്. ആരാണ് ശരി അത് പിന്നെ ഇപ്പോൾ ലൊക്കേഷനിലേക്ക് അദ്ദേഹം വരുമ്പോൾ അത് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. അപ്പോൾ ഇത്ര ഒരു സാധനം വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇതിങ്ങനെ അപ്പോൾ ചില സമയത്തൊക്കെ ഇപ്പോൾ അവിടെ മരുഭൂമിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചില സമയത്ത് പൊടിക്കാറ്റിൻ്റെ വരും, അതോടുകൂടി അന്നത്തെ കുളമായി. കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരു ദിവസം ഒക്കെ നഷ്ടപ്പെടുക പറഞ്ഞാൽ എത്ര ലക്ഷങ്ങളാണ് പോകുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ടെൻഷൻ അടിക്കുക മാത്രമല്ല, ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി എത്രയോ മെഷീനറി സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ട് പിന്നെ പൊടിക്കാരൻ്റെ അടിച്ചാൽ അത് മുഴുവൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ശരിക്കും ലൈറ്റിൽ ഷൂട്ട് ചെയ്യണ ബ്ലസ്സി സാറിൻ്റെ വേറെ പ്രത്യേകത, ഈ സിനിമ കംപ്ലീറ്റ് ഒറിജിനലാണ്. ഇതിൽ വേറെ എന്തെങ്കിലും കൃത്രിമ കാര്യങ്ങളൊന്നും കാണിച്ചിട്ട് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ലൈറ്റിൽ ചെയ്യേണ്ട ഒരു സാധനം അന്ന് മേഘം ഇങ്ങോട്ട് വരികയാണെങ്കിൽ പോയി, പിന്നെ അതോടെ പോയി, പിന്നെ ആ മേഘം പിന്നെ ഇങ്ങനെ ഈ ഇരുത്താണ്. കാരണം ഈ മേഘം മാറിക്കിട്ടാൻ വേണ്ടി ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ മനുഷ്യൻ സിനിമ ചെയ്യുമോ? അത്ര റിയലായിട്ടാണ് ചെയ്യുക. ഇല്ല, അതൊന്നും അദ്ദേഹം ചെയ്യില്ല. അത് ഒക്കെ വളരെ എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ. നിങ്ങളിലൊക്കെയുള്ള ആടൊക്കെ തിരിഞ്ഞു നോക്കുന്നത് എത്ര സമയമാണ് അതിനൊക്കെ വേണ്ടി ഇരുന്നിരിക്കുന്നത്. ഈ ആടുകളെ മനുഷ്യനാണ് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുക. ഈ ആടിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു ബോംബെയിലുള്ള. അദ്ദേഹത്തിൻ്റെ പേര് ഭയങ്കര രസമായിരുന്നു. അദ്ദേഹം പേര് ഞാൻ മറന്നുപോയി ഇപ്പോൾ. പിന്നെ നമ്മളെ കൂടെ പിന്നെ എപ്പോഴും ഉണ്ടാവും. ഇതുവരെ ഈ ആടിനെയും ഒട്ടകത്തെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മുമ്പ് ബോംബെയിൽ മറ്റേ ഈ ഹിന്ദി സിനിമയിലൊക്കെ ഞാൻ ഭയങ്കര മണ്ടലൊക്കെ അടിക്കും. ഞാൻ 100 കണക്കിന് പിന്നെ ഷാരൂഖ് ഖാൻ്റെയും അമിതാഭ് ബച്ചൻ്റെയൊക്കെ സിനിമയിൽ ആനകളെ കണ്ടില്ലെന്നൊക്കെ ഞാൻ ട്രെയിൻ ചെയ്താന്നൊക്കെ പറയും. പക്ഷേ ആ മനുഷ്യൻ്റെ കൂടെ പക്ഷേ ആ ട്രെയിനിങ് ഒന്നും ഇത് ചിലപ്പോൾ ഫലിക്കില്ല. അതാണ്. അതായത് ഇപ്പം ഈ ആടിനെ പിന്നെ എങ്ങോട്ട് തിരിയാൻ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ പിന്നെ ഇങ്ങോട്ട് തിരിയാനൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇങ്ങോട്ട് വരാൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ ചില ട്രിക്സൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ചെയ്താൽ ആട് ഇങ്ങനെ വരും. അതേപോലെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണമെങ്കിൽ അദ്ദേഹം ചില ശബ്ദം ഉണ്ടാക്കിയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഇതിനെ ഈ ആട്ടെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ ഒരാളെ ഇതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സിനിമ വെക്കുന്ന മനുഷ്യർക്ക് എത്ര പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും
ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് ഈ ആട് തിരിഞ്ഞു വരാനും നജീബിനെ അങ്ങനെ നോക്കണമെങ്കിൽ പിന്നെ അതിൽ ഒട്ടകം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നൊരു ഫോട്ടോ ഇല്ല നജീബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ശരിക്കും ഒറിജിനലാണ്. അതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കൃത്രിമമായിട്ടൊക്കെ ചെയ്യാം, പക്ഷെ അതൊക്കെ ഒറിജിനലാണ്. ആ ഒരു ഷൂട്ടിന് വേണ്ടി മാത്രം ചിലപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ഇരുന്നാൽ ഒരു 11 മണിയായി 3-4 മണിക്കൂറൊക്കെ അതിന് വേണ്ടി മാത്രം ഒന്നുണ്ട്. അപ്പോൾ ഇത്രയും കമ്മിറ്റഡാണ് സാറ്. അതുപോലെ ഇപ്പോൾ പിന്നെ ആൾക്കാരുടെ വരുമാനം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ഇതൊക്കെ എല്ലാവരും പരിഗണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കുക ഒന്നും ചെയ്യില്ല, എന്താണോ എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ അത് കാര്യങ്ങളൊക്കെ നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അതിലൊരാളായിട്ട്, ഇത്ര വലിയൊരു മനുഷ്യനായിട്ട് പോലും അതിലൊരാളായിട്ട് അദ്ദേഹം പിന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു അക്യുറസി അത് അദ്ദേഹം എല്ലാവരോടും പറയുന്നതാണ്. ഈ ഒരു അക്യുറസി എല്ലാവരും കീപ്പ് ചെയ്യണം. വളരെ പിന്നെ ബ്രില്യൻ്റായി പെർഫെക്റ്റായിട്ട് ഈ സാധനം നമ്മൾ ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നിർബന്ധമാണ് അദ്ദേഹത്തിന്. അത് ചിലപ്പോൾ ചെയ്യാതെ വരുമ്പോൾ നമുക്കറിയാലോ, ലൊക്കേഷനിലൊക്കെ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് ചിലപ്പോൾ പിന്നെ ശബ്ദങ്ങളൊക്കെ ചെയ്യും. അത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരൊക്കെ അപേക്ഷിച്ച് കുറവായിരിക്കാം അദ്ദേഹം. പക്ഷെ അത് മനുഷ്യൻ ഇത്രയും മാത്രം ടെൻഷൻ അനുഭവിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൽ എന്തെങ്കിലും ഒരു അശ്രദ്ധ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഞാൻ അതെ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതെ അതെ ഉണ്ടാവുള്ളൂ, റിസൾട്ട് ഉണ്ടുള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും സാറിനോട് ഭയങ്കര ബഹുമാനം, ഉള്ളിലെ പേടിയൊക്കെ ഉണ്ട്. അതെ അതെ. പ്രത്യേകിച്ച് വിദേശത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇവിടേക്ക് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിയും, അവിടുന്ന് തന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ചില്ലേ ഈ മസ്റ, ഇത്രയും വർഷം മസ്റ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റി, ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ മനസ്സിലാക്കിയത് അവർ ടീമിന് അവർ ഏൽപ്പിച്ചിരുന്നു. അവിടെ ഒരു ജോർദാനിയൻ ടീം ഇതേപോലെ വതുക്കൾ എന്ന് പറയുന്ന ഒരു ടീമിനാണ് അവരും മരുഭൂമിയിൽ ആടും ഒട്ടൊക്കെ മേച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ടീമിന് നമുക്കിപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് അവിടുത്തെ പിന്നെ എന്താ പറയുക കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ് ലൈസൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലെ ടീം പ്രൊട്ടക്ഷൻ ടീം നമ്മളെ കൂടെ ഉണ്ടാവും. അവരെ കീഴിൽ ഇങ്ങനെ ഒരു ആൾക്കാരെ അവിടെ നിയമിച്ചിരുന്നു മരുഭൂമിയിൽ. ഈ ഒരു ലൊക്കേഷൻ ടെൻറ്റും അതിൻ്റെ സറൗണ്ടിങ്സും പാടുകളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇവർ താമസിക്കുന്ന ടെൻറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെ അത്രയും വർഷം കീപ്പ് ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിരുന്നു. അതും ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരു മാറ്റം വരാതെ നമ്മൾ 2 വർഷം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴും ആ സാധനം അതേപോലെ തന്നെ അവിടെ ഉണ്ട്. പിന്നെ അത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഒന്നുകൂടിയൊക്കെ ഒരുക്കുക ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതേപോലെ അവിടെ വേണമല്ലോ, എന്നാലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, അവരെ എടുത്ത് പറയണം. പ്രശാന്ത് മാധവൻ എന്നാണ് ആർട്ട് ഡയറക്ടർ ഒരു പേര്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ടാലൻ്റ് എന്ന് പറയുന്നത്. അതെ തീർച്ചയായിട്ടും സിനിമയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ്. അവരിന് വേണ്ടി മാത്രം റെന്റ് ചെയ്തിട്ട് 4-5 വർഷത്തോളം വളർത്തിയതൊക്കെ ഈ ഒരു പർപ്പസിന് മാത്രം. ഇത് സിനിമയ്ക്ക് വേണ്ടി റെന്റ് ചെയ്തതിനു ശേഷം പിന്നെ അതിനെ നോക്കാൻ വേണ്ടി മാത്രമാണ് അവരുണ്ടായിരുന്നത്. അവർ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ പകല് ഇങ്ങോട്ട് വരും, ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആർട്ട് ഡയറക്ടർ ആവട്ടെ, നമ്മളെ പിന്നെ ഇതിൻ്റെ മേക്കപ്പ് മാൻ രഞ്ജിത് അമ്പാടി, ഒന്നും പറയണ്ട, മിക്കവാറും ഇവർക്കൊക്കെ അവാർഡ് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത് അമ്പാടിയുടെ ടച്ചാണ് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു പിന്നെ സംഗതി മുഴുവൻ. അദ്ദേഹം ആ ഒരു രൂപത്തിൽ വരുന്നതൊക്കെ രഞ്ജിത് അമ്പാടിയുടെ ഒരു മാജിക് ടച്ച് തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ അങ്ങനെ പ്രഗത്ഭരാണ് ഇതിലെല്ലാം ഉള്ളത്. പിന്നെ കോസ്റ്റ്യൂം ആവട്ടെ സേവിയർ, അവർ പിന്നെ ഒക്കെ തന്നെ വളരെ ഏറ്റവും ടാലൻറ്റഡായ മലയാള സിനിമയിൽ കിട്ടാവുന്ന പിന്നെ ആൾക്കാർ തന്നെയാണ് ഇതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എത്രമാത്രം ഒരു വിജയിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയും പിന്നെ അതുപോലെ തന്നെ റഹ്മാനൊക്കെയുള്ള അത് പറയേണ്ട കാര്യമില്ലല്ലോ. റസൂൽ പൂക്കുട്ടി അങ്ങനെ ഒരാൾ ടീമാണ് അധികം ഉണ്ടാവാറ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ, പക്ഷേ റഹ്മാൻ സാറ് അവിടെ വന്നു. അതൊന്നും പിന്നെ റഹ്മാൻ സാറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിയ ഊർജ്ജമാണ് അദ്ദേഹം ലൊക്കേഷനിൽ വരുന്നതോട് കൂടി ലൊക്കേഷൻ്റെ സിറ്റുവേഷൻ മാറും. ഒന്നും പറയണ്ട. എനിക്ക് പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നതും. അപ്പോൾ എന്നോട് ഞാൻ ഒരു ദിവസം നേരത്തെ തിരിച്ചു പോരാൻ നിൽക്കുന്ന സമയത്ത് ബ്ലസ്സി സാറിനോട് പറഞ്ഞു, പക്ഷേ പിന്നെ നാളെയാണ് റഹ്മാൻ സാറ് വരുന്നത്, അതുകൊണ്ട് മാഷ് ഇന്ന് പോകണ്ടാന്ന് വൈൻഡപ്പ് ചെയ്യുന്ന സമയമാണ്. കഴിച്ച് പോയാൽ എൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം നേരത്തെ വന്നാൽ കോളേജ് വരാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല റഹ്മാൻ വരുന്നുണ്ട്, റഹ്മാൻ വന്നിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് മാഷ് പോയാൽ മതിയാണ്, കാരണം ആ ജീവിതത്തിൽ വേറെ അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. അങ്ങനെ ഇദ്ദേഹത്തെ കാണുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം
ബ്ലസ്സി സാർ പറഞ്ഞ പോലെ A.R. റഹ്മാൻ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയും കൂടെ ഇരുന്ന് ഫോട്ടോക്കാനൊക്കെ അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ A.R. റഹ്മാൻ സാറോട് വരുമ്പോൾ തന്നെ ലൊക്കേഷനൊക്കെ ഇങ്ങോട്ട് എന്തോ ഒരു പുതിയൊരു ഊർജ്ജം കിട്ടിയവരും കേട്ടാവും. പിന്നെ അദ്ദേഹം ഭയങ്കര സിമ്പിളാണ്. റഹ്മാനൊക്കെ വളരെ സിമ്പിളാണ്. അദ്ദേഹം പിന്നെ നജീബ് നടന്ന വഴികളിലൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഇന്നിപ്പോൾ കണ്ടോന്ന് എനിക്കറിയില്ല, ഒരു ട്രെയിനിനൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം കയറി ഷൂട്ട് ചെയ്യാം. മരുഭൂമിയിൽ പിന്നെ നജീബ് പോയ വഴികളിലൂടെ നടന്നു പോകാൻ ടെൻറ്റിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു, നജീബിൻ്റെ ടെൻറ്റിൽ. അങ്ങനെ വാതിരമിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം വരികയും അത് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു നമുക്കൊക്കെ. അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ പ്രസൻസൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. അതൊന്നും നമുക്ക് വേറൊരു സിനിമയിൽ ചിലപ്പോൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ കൂടെ പിന്നെ ഇരിക്കാനോ നമ്മൾ സംവദിക്കാനൊക്കെ കഴിയാന്ന് പറയുന്നത്. വിദേശത്താണ്. വേറെ അങ്ങനെ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ എക്സസും കുറവായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സാറിനെ പോലത്തെ ഒരാളുടെ അറബിക് പാണ്ഡിത്യം, അതുപോലെ തന്നെ സാറിൻ്റെ ജീവിതത്തിലെ വലിയൊരു സമയം ഈ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു, ഈ മൂവിയോടൊപ്പം ജീവിക്കുന്നു. അങ്ങനെ ഈ ഒരു ചിത്രം മലയാളികൾ നെഞ്ചിലേക്ക് സ്വീകരിക്കുന്നു. ഇനി സാറ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിനയിച്ചിട്ടുണ്ട്. അതെ, അത് ആദ്യം മുതൽ തന്നെ എന്നോട് ബ്ലസ്സി സാറ് പിന്നെ സ്റ്റാർട്ടിങ് മുതലേ പറയണേ, മാഷെ എന്തെങ്കിലും റോള് ചെയ്യണ്ടേ? അപ്പോൾ ഞാനങ്ങനെ ഒഴിഞ്ഞു പറയാം, എനിക്ക് പറ്റില്ല. അപ്പോൾ അതിൽ കുഞ്ഞിക്കാൻ്റെ റോളുണ്ട്, നമ്മളെ നാസർ കർത്തേനി അഭിനയിക്കുന്നത്. അപ്പോൾ എന്നോട് പറയുന്നത് കുഞ്ഞിക്കാൻ്റെ റോള് മാഷൊക്കെ ചെയ്യാലോ. അവൻ പറഞ്ഞത് അല്ല, അത് പിന്നെ വേണ്ട സാറേ, എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യുന്ന പ്രശ്നമുണ്ട്, പക്ഷേ എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ ചിത്രം, പിന്നെ അതിലിപ്പോൾ നമ്മൾ അത്ര പെർഫെക്ഷൻ ആയില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു പേടി വെച്ചുകൊണ്ട് ഞാൻ നാസറിനെ അതിന് മുമ്പ് നാസറിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നാസർ എങ്ങനെ? വളരെ നല്ലൊരു ആക്ടറാണ്. ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ കണ്ടിട്ടുണ്ട് ബ്ലസ്സി സാറ്, അതിൽ പിന്നെ നാസർ ഉണ്ടല്ലോ, നാസർ മാഷ്. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് മുതലേ എന്നോട് പറയാറുണ്ട്, മാഷ് ഏതെങ്കിലും ചെറിയ റോൾ അഭിനയിക്കാം. അങ്ങനെയാണ് അവസാനം ഈ പിന്നെ ജയിലിൽ പിന്നെ ഇങ്ങനെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു വേഷം വീണ് കിട്ടുന്നത്. അന്ന് പിന്നെ അത് മാഷിൻ്റെ ജീവിതമാണ്. അങ്ങനെയാണ് വളരെ പെട്ടെന്നാണ് അതൊക്കെ ചെയ്തതും. അങ്ങനെയാണ് പോലീസ് ഓഫീസറുടെ ഒരു വേഷം. അതിന് 4 മണിക്കൂറോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 4 മണിക്കൂറിൻ്റെ സിനിമ 3 മണിക്കൂറിലേക്ക് ചിരിക്കുമ്പോൾ പലതും കട്ട് ചെയ്യേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ലോങ് ആയിരുന്നത്. അതിങ്ങനെ ഒരു ഓഫീസർ വന്നിരിക്കണ അങ്ങനെയൊക്കെയുള്ള അതെ അവസാനമാണ്, ഏറ്റവും അവസാനമാണ്. അങ്ങനെ കാണുന്നില്ല ജസ്റ്റ്, പക്ഷേ ഉള്ള ഭാഗം വളരെ ക്ലിയർ ആണ്, നമുക്ക് അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. എൻ്റെ ചോദ്യം അതല്ല, ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നത്, ഇനിയും സാറ് അഭിനയിക്കാനുള്ള ഇഷ്ടമുണ്ടോ? കാരണം ഒരു കൊല്ലം തുളസിയുടെ ഒരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മലയാളികൾ തീർച്ചയായിട്ടും താങ്കളുടെ സമർപ്പണം, കഴിവ്, അഭിനയത്തോട് എന്തായാലും ഒരു ഇഷ്ടം സ്വാഭാവികമായിട്ടും ഇപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ അതിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതേപോലുള്ള നമ്മുടെ ഒരു പിന്നെ ഭാഷയുടെ രീതി കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും അതിനുശേഷവും പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പിന്നെ നമ്മളെ ഇതിൻ്റെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് അത് ഭാഷയുടെ വരുമ്പോൾ ട്രാൻസ്ലേഷൻ വരുമ്പോൾ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, റോബിൻ സാർ എന്ന് പറയും. റോബിനാണ് ശരിക്കും ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു, നമുക്ക് ഒരുപാട് ചാൻസുകളുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ രംഗത്ത് ഇൻഷാല്ലാ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളത് ഉണ്ടാവും തന്നെ ഉണ്ടാവും. അത് പിന്നെ അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അഭിനയ രംഗത്തേക്കൊന്ന് പോകാനുള്ള താല്പര്യം ഞാൻ ഏതായാലും ഇപ്പോൾ എടുക്കുന്നില്ല എനിക്ക്. കാരണം നമുക്ക് ഇത് ഈ സ്പേസ് ഇതന്നെ നമ്മുടെ സ്പേസാണ്, നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട് ഇതിന്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഷൂട്ടിംഗ് സൈറ്റിൽ ഉണ്ടായിരുന്ന ആ കൊറോണ സമയത്തിൻ്റെ ഒരു ദിനം ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ, എങ്ങനെയാണ് ചെലവഴിച്ചത്? തീർച്ചയായിട്ടും കൊറോണയിൽ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്, പിന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഈ വായനയും എഴുത്തും പഠനമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് കൈ പിടിച്ചിരുന്നു, എൻ്റെ കൂടെ ലാപ്ടോപ്പ് ഉണ്ടാവും എപ്പോഴും യാത്രയിലൊക്കെ. ആ സമയത്ത് പിന്നെ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതന്നെ പിന്നെ കാലത്ത് നമസ്കാരം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നടക്കും. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഇരുന്നിട്ട് കുളിച്ച് പിന്നെ അതിന് ശേഷം എഴുത്തിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്.
എന്തെങ്കിലുമൊക്കെ എഴുതി. ആ സമയത്ത് 2 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന് മാധ്യമത്തിലേക്ക് പിന്നെ അവിടുത്തെ ഒരു അനുഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രബന്ധത്തിലേക്ക് ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് വേറെയും എന്തൊക്കെയോ ചില ആർട്ടിക്കിളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ സമയം അങ്ങനെയാണ് ഞാൻ ചിലവഴിച്ചിരുന്നത്.